നമസ്കാരം. അഭ്യൂഹങ്ങൾക്കും അനിശ്ചിതത്വത്തിനും വിരാമമിട്ടുകൊണ്ട് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും അസാമും ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുണ്ടായിരിക്കും എന്നുള്ളതിന്റെ പ്രഖ്യാപനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നടക്കും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഓരോ മുന്നണികളും ആരൊക്കെയായിരിക്കണം സ്ഥാനാർത്ഥികൾ, എന്തൊക്കെയായിരിക്കണം 2026 തങ്ങളുടെ മത്സരതന്ത്രങ്ങൾ എന്നിവയെല്ലാം ആവിഷ്കരിക്കുന്നതിലെ തിരക്കിൽ തന്നെയാണ്. പല മുന്നണികളിലും പടലപ്പിണക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയവുമായി സംബന്ധിച്ച് ഒരുപാട് തർക്കവിതർക്കങ്ങളും നടക്കുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ മുന്നണികൾക്കും ഈ വിഷയങ്ങളുണ്ട്. പലരും പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നു, മറ്റു പലർ പാർട്ടി വിട്ട് ഇതര പാർട്ടികളിലേക്ക് ചേക്കേറുന്നു. ഇത് സ്വാഭാവികമായി തുടരുന്നതിനിടയിൽ കാതലായ ചില പ്രശ്നങ്ങൾ കാതലായി തന്നെ നിലനിൽക്കുന്നു. അതായത് കേരളത്തിലെ പ്രബലമായ 2 മുന്നണികളാണ് UDF-ഉം LDF-ഉം. UDF-ലും LDF-ലും സമാനമായ പ്രതിസന്ധികൾ തീർത്തുകൊണ്ട് മുതിർന്ന നേതാക്കന്മാർ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താ വിശേഷം. തെക്ക് കണ്ണൂരിൽ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് കണ്ണൂരിൽ കോൺഗ്രസ് പാർട്ടിയെ നിലനിർത്തുന്ന ഒറ്റയാൻ എന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒറ്റയാൾ പട്ടാളം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന KS എന്ന് വിളിപ്പേരിൽ അറിയപ്പെടുന്ന K സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചതിനാൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് അത് വലിയ ക്ഷീണമുണ്ടാക്കിയിരിക്കുന്നു. നിലവിലെ MP ആണ് K സുധാകരൻ. നിലവിലെ MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്നുള്ളത് അറിയുമ്പോൾ ആ തീരുമാനത്തെയും മറികടന്നുകൊണ്ട് തനിക്ക് മത്സരിക്കണം എന്നുള്ള വാശിയിൽ തന്നെയാണ് K സുധാകരൻ. സുധാകരന് പിന്നിൽ പല ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരും അണിചേരുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് UDF-ന് ഭരണം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കാൻ വേണ്ടി തന്നെയാണ് സുധാകരനെ ഇപ്പോൾ ഒരുപറ്റം കോൺഗ്രസ് നേതാക്കൾ മുന്നിൽ നിർത്തി കളിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇതിനോട് തീരെ അനുഭാവം പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു. നിലവിലെ MP ആയ ആരും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം എന്ന് പറയുമ്പോൾ സുധാകരൻ ഇപ്പോഴും മത്സരിക്കണം എന്ന വാശിയിൽ തന്നെ ഇടഞ്ഞു നിൽക്കുന്നു. ഇതേ പ്രതിസന്ധിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമുള്ളത്. തെക്കൻ കേരളത്തിൽ, അതായത് CPM-ന്റെ ഈറ്റില്ലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആലപ്പുഴ, പുന്നപ്പറ തുടങ്ങിയ മണ്ഡലം തന്നെയാണ്. ആലപ്പുഴയിലെ തലമുതിർന്ന നേതാവും CPM-ലെ 63 വർഷത്തെ പാരമ്പര്യമുള്ള VS അച്യുതാനന്ദനൊക്കെ ശേഷം ആലപ്പുഴയിൽ നിന്നും തലയെടുപ്പുള്ള നേതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന G സുധാകരൻ 63 വർഷത്തെ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് പുറത്തു വരികയുണ്ടായി. മാത്രമല്ല CPM-നെതിരെയല്ല താൻ, പക്ഷെ CPM-ന്റെ ഇന്നത്തെ പല പാർട്ടി നേതാക്കളുടെയും നയവൈകല്യങ്ങൾക്കെതിരെയാണ് താൻ. പാർട്ടിയിൽ തുടർച്ചയായി തന്നെ അവഗണിക്കുന്നു. ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് പോലും തന്നെ തരം താഴ്ത്തുകയുണ്ടായി. CPM-ന്റെ ചില നേതാക്കന്മാരുടെ സ്ഥാപിത താല്പര്യക്കാരായ നേതാക്കന്മാരും അവരുടെ കൊഴുലൂത്തുകാരായ ചില പുത്തൻ കൂറ്റ് നേതാക്കന്മാരുടെയും നയ വ്യതിയാനങ്ങൾക്കെതിരെയാണ് താൻ CPM വിട്ടു പുറത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പുത്തൻ കൂറ്റുകാർക്കുള്ള തിരിച്ചടി ഒന്നോണം തന്നെയാണ് താൻ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തി G സുധാകരൻ CPM-നെയും വെട്ടിലാഴ്ത്തിയിരിക്കുന്നു. സംസ്ഥാനത്തെ 140 മണ്ഡലത്തിൽ ഉപരിയായി CPM ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഇപ്പോൾ അമ്പലപ്പുഴ മണ്ഡലത്തിലാണ്. കാരണം അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന G സുധാകരൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അത് CPM-ന്റെ നട്ടല്ലൊടിക്കുന്ന പ്രവൃത്തിയാകും, CPM-ന് വലിയ നാണക്കേടുണ്ടാക്കും. അതുകൊണ്ട് ഏത് വിധേനയും സുധാകരനെ തറപറ്റിക്കുക, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരനെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സംസ്ഥാന ജില്ലാ നേതാക്കൾ എല്ലാവരും തന്നെ ആലപ്പുഴയിൽ തമ്പടിച്ചുകൊണ്ട് സുധാകരനെതിരെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് CPM-ന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്താവിശേഷമായി പുറത്തു വരുന്നത്. അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും G സുധാകരനെതിരായ പ്രചരണ പരിപാടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്ന വസ്തുത. അമ്പലപ്പുഴയിലും ആലപ്പുഴയിലുമുള്ള സാധാരണക്കാരായ ഓരോ പാർട്ടിക്കാരെയും CPM ഭീഷണിപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സുധാകരന് അനുകൂലമായി രഹസ്യമായോ പരസ്യമായോ ഏതെങ്കിലും തരത്തിൽ നിലപാടെടുക്കുന്ന ആളുകളെ CPM എന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കും, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കും എന്നുള്ള ഭീഷണിയാണ് പാർട്ടി നേതൃത്വം സാധാരണ പ്രവർത്തകരെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്നത്. അതായത് ശക്തമായ ഭീഷണിയാണ് സാധാരണ പ്രവർത്തകർക്ക് നേരെ CPM ഉയർത്തിയിരിക്കുന്നത്. കാരണം ഒരു വിധത്തിലും സുധാകരന് അനുകൂലമായി ജില്ലയിലെ പാർട്ടി അണികളോ പ്രവർത്തകരോ പോകാൻ പാടില്ല, സുധാകരൻ വോട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും സുധാകരന് പരസ്യമായോ രഹസ്യമായോ പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന് തന്നെയല്ല, പിന്നീട് എന്തൊക്കെ ഭവിഷ്യത്തുണ്ടാകും എന്നുള്ളത് തിരിച്ചറിയാൻ അവർ തയ്യാറായിക്കോളൂ എന്ന മട്ടിൽ തന്നെയാണ് കനത്ത ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത്. അതായത് ജീവനിൽ പേടിയുള്ള ആരും തന്നെ CPM എന്ന പാർട്ടിയെ എതിർത്തുകൊണ്ട് സുധാകരന്റെ പക്ഷത്ത് ന്യായമുണ്ടെങ്കിൽ പോലും സുധാകരന്റെ പിന്നിൽ അണിനിരക്കാൻ പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് CPM ഇത്തരം പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്നലെ ആലപ്പുഴയിൽ സാധാരണക്കാരായ ചില ആളുകൾ സുധാകരനെതിരെയുള്ള പ്രചരണത്തിൽ
പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ മാധ്യമങ്ങൾ അവരെ കണ്ട് ചോദിക്കുകയുണ്ടായി, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, സുധാകരൻ പാർട്ടിയിൽ നിന്ന് പോയത് എന്ന് ചോദിച്ചപ്പോൾ സുധാകരൻ വെറും ഒരു പാർട്ടി മെമ്പർ മാത്രമാണ്, പാർട്ടിയാണ് വലുത്, സാക്ഷാൽ പിണറായി തന്നെ പാർട്ടിയിൽ നിന്ന് പോയാലും ഞങ്ങൾ പാർട്ടിക്കൊപ്പം നിൽക്കും, വ്യക്തിയല്ല എന്നൊക്കെയാണ് പലരും പറയുന്നുണ്ടായിരുന്നത്. എന്നാൽ സുധാകരനോട് ഈ പാർട്ടി എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ച് ഈ സാധാരണക്കാരായ സഖാക്കൾ സംസാരിക്കാൻ തുടങ്ങിയാൽ മേൽത്തട്ടിലുള്ള സഖാക്കന്മാർ അവരെ വിലക്കും ഭീഷണിപ്പെടുത്തും. ഇത് തന്നെയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ജി സുധാകരൻ ഏതെങ്കിലും തരത്തിൽ പിന്തുണ അറിയിക്കുകയാണെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ പിന്തുണ അറിയിച്ചു പോവുകയാണെങ്കിൽ അവർ വലിയ ഭീഷണി നേരിടും, പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന് തന്നെയല്ല, പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് പറയാൻ കഴിയില്ല. ആ ഭവിഷ്യത്തുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ വടകര ഒഞ്ചിയത്ത് CPM എന്ന മാതൃസംഘടന വിട്ട് RMP എന്ന പാർട്ടി രൂപീകരിച്ച TP ചന്ദ്രശേഖരനുണ്ടായ ദുരനുഭവം എല്ലാവരുടെയും സ്മരണകളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിയാണ് പാർട്ടിയിൽ നിന്നും പിരിഞ്ഞു പോയതിന്റെ പേരിൽ പ്രതികാരം ചെയ്തത് CPM എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇന്നും TP ചന്ദ്രശേഖരൻ വധത്തിൽ പ്രതികളായി കോടതി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും CPM-ന്റെ പ്രവർത്തകർ തന്നെയാണ്. CPM ഏർപ്പാടാക്കിയ ചില കൊട്ടേഷൻ തൊഴിലാളികളുമുണ്ട്. അപ്പോൾ ചിത്രം ഇങ്ങനെയാണെന്നിരിക്കുമ്പോൾ CPM എന്ന സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ച് അവർ പിന്നീട് ആ പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും കാരണവശാൽ പുറത്തുപോയാൽ അവർക്ക് പിന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കുന്ന രീതിയാണ് CPM-ന്റെ പക്ഷത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പാർട്ടിയിലേക്ക് വരുന്നതും ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതുമെല്ലാം ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് എന്നുള്ളത് ഘോരഘോരം ഇവർ പ്രസംഗിക്കുമെങ്കിലും CPM വിട്ട് പുറത്തു പോകുന്നവർക്കെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടപ്പിലാക്കുമെന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും CPM നേതാക്കളുടെ ഒരു രീതി. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നതും ഇത് തന്നെയാണ്. സാധാരണക്കാരായ പ്രവർത്തകരെ CPM-ന്റെ നേതാക്കൾ തിരഞ്ഞുപിടിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ സുധാകരന് പിന്തുണ നൽകുകയാണെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ സുധാകരന് പിന്തുണ നൽകിയാൽ നിങ്ങൾക്ക് വരുന്ന ഭവിഷ്യത്തുകൾ നിങ്ങൾ അനുഭവിച്ചുകൊള്ളണം, പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏത് തരത്തിലുള്ള ജനാധിപത്യപരമായ പാർട്ടി പ്രവർത്തനമാണ്, സംഘടനാ പ്രവർത്തനമാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാംസ്കാരിക കേരളം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സാക്ഷരതയിലും സാംസ്കാരികതയിലും ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയാവബോധം സൂക്ഷിക്കുന്ന ജനത എന്ന് പറയുന്ന കേരളത്തിലാണ് ഇതുപോലെ മറ്റൊരാൾക്ക് രഹസ്യമായോ പരസ്യമായോ പിന്തുണ അറിയിച്ചു കഴിഞ്ഞാൽ, അവർക്ക് പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ബൗദ്ധിക നിലവാരം, ഒരു സംഘടനയുടെ ബൗദ്ധിക നിലവാരം എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ എടുത്തു ചോദിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. അതെന്ത് തന്നെയായാലും രണ്ട് സുധാകരന്മാർ രണ്ട് മുന്നണികൾക്കും വലിയ തലവേദന ഉണ്ടാക്കുമ്പോൾ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ ജയിക്കാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായ നടപടിക്രമങ്ങൾ പാർട്ടിയുടെ ഉന്നത തലം മുതൽ പാർട്ടിയുടെ ഇങ്ങേ താഴെ തട്ട് മുതലുള്ള സഖാക്കന്മാർ കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അമ്പലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അമ്പലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം UDF-നും LDF-നും അനുകൂലമായി പലപ്പോഴും മാറിമറിയുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. എങ്കിലും പുന്നപ്പുറയിലെയും ആലപ്പുഴയിലുമെല്ലാം രക്തസാക്ഷികളുടെ മണ്ഡപവും രക്തസാക്ഷി സ്മരണയും ഉറങ്ങുന്ന മണ്ണായതിന്റെ പേരിൽ ചുവപ്പിന് അല്ലെങ്കിൽ ഇടതിന് കൂടുതൽ പ്രാധാന്യമുള്ള സ്ഥലം എന്ന രീതിയിൽ പലപ്പോഴും ഇടതുപക്ഷത്തിന് മേൽക്കൈ നേടാൻ കഴിയുന്നത് പല തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുണ്ട്. എന്നാൽ UDF-ഉം പല തെരഞ്ഞെടുപ്പിലും ധാരണകൾ തിരുത്തി കുറിച്ച് അവിടെ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇക്കുറി UDF അമ്പലപ്പുഴ ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ CPM-ന് കനത്ത വെല്ലുവിളി ഉയർത്തി CPM-ൽ നിന്ന് പുറത്തു വന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആദർശധീരനായ, കളങ്കരഹിതനായ, അഴിമതിരഹിതനായ ഒരു നേതാവ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുമ്പോൾ പിണറായി വിജയനെ തുരത്തുന്നതിന് വേണ്ടി 3.0 ആവർത്തിച്ച് തുടർഭരണം പിടിക്കാൻ ഒരുങ്ങുന്ന പിണറായി വിജയനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി UDF അമ്പലപ്പുഴയിൽ ജി സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ചാൽ തീർച്ചയായും സുധാകരൻ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതോടൊപ്പം തന്നെ NDA എന്ന പാർട്ടിയുടെ, സംഘടനയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ അവിടുത്തെ നിർണായകമായ നീക്കങ്ങളും വളരെ സങ്കീർണം തന്നെയാണ്. കാരണം ആലപ്പുഴയിൽ തീരദേശത്തോടനുബന്ധിച്ച് ഇപ്പോൾ NDAക്ക് വളരെ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. BJP വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. SDPI പ്രവർത്തകരാൽ കൊല്ലപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീനിവാസന്റെ കൊലപാതകത്തോടു കൂടി BJP-യിലേക്ക് കാര്യമായ രീതിയിൽ അവിടെ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട്. BJP-ക്ക് വോട്ടുകൾ കൂടിയിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ NDA എന്ന അല്ലെങ്കിൽ BJP അമ്പലപ്പുഴ മണ്ഡലത്തിൽ എത്ര വോട്ടുകൾ നേടുന്നു എന്നുള്ളത് അത് CPM-ന് വലിയ തലവേദനയാവും. കാരണം സുധാകരന്റെ വിജയ സാധ്യതകളെ അത് കൂടുതൽ പ്രോജ്വലമാക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ BJP നേടുന്ന, അമ്പലപ്പുഴയിൽ നേടുന്ന ഓരോ വോട്ടും സുധാകരനെ വിജയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിലേക്കായും കാര്യങ്ങൾ മാറുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് CPM-ന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളെല്ലാം അമ്പലപ്പുഴയിൽ കേന്ദ്രീകരിച്ച് ജി സുധാകരനെതിരായി ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നത്, പ്രചരണം നടത്തുന്നത്. കുലംകുത്തികളോട് ഒരിക്കലും ഞങ്ങൾ ക്ഷമിക്കില്ല, വർഗവഞ്ചകർക്ക് മാപ്പില്ല ഒക്കെ പറഞ്ഞ് സുധാകരനെതിരെ വലിയ വലിയ പോസ്റ്ററുകളും ബാനറുകളും ഇപ്പോൾ തന്നെ സുധാകരന്റെ വീടിന്റെ പരിസരത്ത് പോലും ഉയർന്നിട്ടുണ്ട്. സുധാകരന് ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന
ആലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജി സുധാകരന് UDF പിന്തുണ പ്രഖ്യാപിച്ചാൽ BJP എത്ര വോട്ടുകൾ അവിടെ നേടുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ സുധാകരൻ വിജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് തന്നെയാണ് CPM-നെ വിരളി പിടിപ്പിക്കുന്നത്. എന്തായാലും പിണറായി വിജയന്റെ 3.0 എന്നുള്ള ആ ഒരു സ്വപ്നം തകർക്കുന്നതിന് വേണ്ടി CPM-ലെ തലമുതിർന്നതും തലമുതിരാത്തതുമായ പുത്തൻകൂറ്റ് നേതാക്കളുടെയും എല്ലാം നയവൈകല്യങ്ങൾക്കെതിരെയാണ് താൻ മത്സരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ നയവൈകല്യങ്ങളിൽ പെടുന്ന നേതാക്കളിൽ പിണറായി വിജയൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സുധാകരനാണ് വ്യക്തമാക്കേണ്ടത്. എന്തായാലും പിണറായിയുടെ 3.0 സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തുന്ന രീതിയിൽ തന്നെയാണ് സുധാകരൻ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.